നമസ്കാരം. വടക്കൻ രാജസൂയം കഥകളിയുടെ ലഘൂകരണത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജരാസന്ധവധം കഴിഞ്ഞ് രാജസൂയം നടത്തുവാൻ തീരുമാനിച്ച് പാണ്ഡവർ രാജസൂയത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കത്തയച്ച് വിളിച്ച് വരുത്തുന്നു. അക്കൂട്ടത്തിൽ ചേതിരാജാവായ ശിശുപാലനെയും രാജസൂയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ സുഹൃത്തായ ജരാസന്ധനെ പാണ്ഡവർ ശ്രീകൃഷ്ണനും ചേർന്ന് വധിച്ചതിൽ വിഷമമുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള അമർഷമുള്ള ശിശുപാലൻ ഈ യാഗത്തിൽ പങ്കെടുക്കണമോ എന്നുള്ള കാര്യം തൻ്റെ അനുജനായ ദന്താവക്തരനുമായിട്ട് ആലോചിക്കുന്നു. തങ്ങളവിടെ പോകണമെന്നും തങ്ങളുടെ സുഹൃത്തായ ദുര്യോധനെയൊക്കെ കാണണമെന്നും പാണ്ഡവരെ അവിടെ വെച്ച് അപമാനിക്കണമെന്നും ശ്രീകൃഷ്ണനെയും പാണ്ഡവരെയും അപമാനിക്കണമെന്നും കഴിയുമെങ്കിൽ യാഗം മുടക്കണമെന്നും ഒക്കെ തീരുമാനിച്ച് ഒടുവിൽ ശിശുപാലനും ദന്താവക്തരനും പടകൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ പടയോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുന്ന ശിശുപാലൻ്റെ രംഗത്തോടു കൂടിയാണ് വടക്കൻ രാജസൂയത്തിൻ്റെ 2-ാമത്തെ ഭാഗം ആരംഭിക്കുന്നത്. ദന്താവക്തരൻ അരങ്ങത്ത് പതിവില്ല, ശിശുപാലൻ മാത്രം പ്രവേശിക്കുന്നതായിട്ടാണ് കഥകളിയിൽ കാണിക്കുന്നത്. ഈ അവസരത്തിൽ ശിശുപാലൻ ആരാണ് എന്നതുകൂടി പറയേണ്ടതായിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ് ശിശുപാലൻ. ശിശുപാലൻ ജനിച്ച സമയത്ത് ഒരു വികൃത രൂപിയായിരുന്നു. 3 കണ്ണുകളും 4 കൈകളും ഒക്കെ ആയിട്ട്. അങ്ങനെ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു അശരീരി ഉണ്ടായി. ഇവനെ ആരെങ്കിലും മടിയിൽ വെക്കുമ്പോൾ ഇവൻ സാധാരണ മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു വരുമെങ്കിൽ അയാളായിരിക്കും ഇവനെ വധിക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ മടിയിൽ ശിശുപാലനെ വെച്ചു കൊടുക്കുമ്പോൾ ശിശുപാലൻ്റെ അധികമുള്ള അവയവങ്ങൾ മാഞ്ഞു പോവുകയും ശിശുപാലൻ ഒരു സാധാരണ മനുഷ്യരൂപത്തിലേക്ക് വരികയും ചെയ്യും. ഇതോടുകൂടി ശിശുപാലൻ്റെ മാതാവിന് പേടിയായി. ശ്രീകൃഷ്ണനാണല്ലോ വധിക്കാൻ പോകുന്നത്. അങ്ങനെ അവർ ശ്രീകൃഷ്ണനോട് പോയിട്ട് തൻ്റെ മകനെ വധിക്കരുത് എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ പറയും, അങ്ങനെ വിധി നമുക്ക് തടുക്കാനാവില്ല. എങ്കിലും ഞാൻ അവനെ 99 തവണ അവനോട് ഞാൻ ക്ഷമിക്കും. അവൻ്റെ 100-ാമത്തെ തെറ്റിന് മാത്രമേ ഞാൻ അവനെ ശിക്ഷിക്കൂ എന്ന് പറയുന്നു. ഈ സമയമാകുമ്പോഴേക്കും 99 തെറ്റുകൾ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഇത് മാത്രമല്ല, ശിശുപാലനൊരു പൂർവ്വകഥ കൂടിയുണ്ട്. അത് ശിശുപാലൻ്റെ മാത്രം കഥയല്ല, അത് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു കഥയാണ്. വിഷ്ണു ഭഗവാന്റെ കാവൽക്കാരായിട്ട് 2 പേരുണ്ടായിരുന്നു, ജയവിജയന്മാർ. വിഷ്ണു പാർഷദന്മാരായിരുന്നു ജയവിജയന്മാർ. മഹാവിഷ്ണുവിനെ കാണുവാൻ വരുന്ന ആൾക്കാരെ അകത്തേക്ക് കയറ്റിവിടുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നത് ഈ ജയവിജയന്മാരാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദി മുനികൾ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുവാൻ വേണ്ടി വന്നു. 4 പേരാണ് സനകാദി മുനികൾ എന്ന് അറിയപ്പെടുന്നത്. അത് സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, സനാതനൻ, ഇങ്ങനെ 4 പേരാണ് സനകാദി മുനികൾ. ഇവരുടെ പ്രത്യേകത, ഇവരുടെ ശരീരം ഏതാണ്ട് 4-5 വയസ്സ് ഉള്ള കുട്ടികളുടെ അത്രയേ വളർന്നിട്ടുള്ളൂ. രൂപത്തിലവർ ചെറിയ കുട്ടികളാണ്. എന്നാൽ വലിയ പണ്ഡിതരും വലിയ തപോശക്തിയുള്ള മഹർഷിമാരുമാണ്. അങ്ങനെ സനകാദി മുനികൾ ഭഗവാനെ കാണുവാൻ വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് കുട്ടികളാണല്ലോ എന്ന് കരുതി ജയവിജയന്മാരവരെ തടഞ്ഞു. അതിൽ രോഷം പൂണ്ട മുനിമാരവരെ ശപിച്ചു.
ഭൂമിയിൽ പോയി സുരന്മാരായിട്ട് ജീവിക്കട്ടെ എന്ന് ശപിച്ചു. ഇത് അറിഞ്ഞ മഹാവിഷ്ണു സനകാദി മുനികളോട് അവർക്ക് ശാപമോക്ഷം നൽകണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് അവർ പറഞ്ഞത് 3 ജന്മം ഭൂമിയിൽ പോയി താമസിക്കുകയും 3 തവണയും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ കൈകൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വിഷ്ണു പാർഷദന്മാരായി വിഷ്ണു ലോകത്ത് എത്താം എന്ന് സനകാദി മുനികൾ ഇവർക്ക് ശാപമോക്ഷവും നൽകി. അങ്ങനെ ജയവിജയന്മാർ ആദ്യം ജനിച്ചത് കശ്യപ മഹർഷിയുടെയും ദിതിയുടെയും മക്കളായ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ടാണ്. ഇവരെ രണ്ടുപേരെയും ഭഗവാന്റെ അവതാരങ്ങളാണ് വധിക്കുന്നത്. അതിനുശേഷം ഇവരുടെ രണ്ടാമത്തെ ജന്മം രാവണനും കുംഭകർണനുമായിട്ടാണ്. അവരെയും ഭഗവാന്റെ അവതാരമാണ് വധിക്കുന്നത്. മൂന്നാമത്തെ ജന്മമാണ് ശിശുപാലനും ദന്താവക്തരനും. ആ ശിശുപാലനെയും ദന്താവക്തരനെയും വധിക്കുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതും വിഷ്ണുവിൻ്റെ അവതാരമാണ്. അതാണ് ശിശുപാലൻ്റെ ഒരു പൂർവ്വചരിത്രം. അത് ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെവിടെയും കഥകളിയിൽ റെഫറൻസായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ശിശുപാലൻ കത്തിവേഷത്തിൻ്റെ തിരനോക്ക്. ശിശുപാലൻ വടക്കൻ രാജസൂയത്തിൽ കത്തിവേഷമാണ്, ഒന്നാന്തരം കത്തിവേഷം. അവിടെ നിന്ന് തിരനോക്കിന് ശേഷം ഒരു പീഠത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം ഈ യാഗഭൂമി കാണുന്നതാണ് ആദ്യം. അവിടെ അനേകം രാജാക്കന്മാർ വരുന്നതും അവിടെ യാഗശാലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും അവിടെ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നടക്കുന്നതും ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്തുകലാശത്തോടുകൂടി സഭയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. സഭ എന്ന് പറഞ്ഞാൽ യാഗശാലയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. ഈ എഴുത്തുകലാശം വളരെ പ്രത്യേകതയുള്ളതാണ്. ആയുധത്തോടു കൂടിയിട്ടുള്ള എഴുത്തുകലാശം ഒരു പ്രവേശന രീതിയാണ്. പല കഥകളിലുമുണ്ട്. ഘടോത്കചൻ്റെ പ്രവേശം എഴുത്തുകലാശത്തോടു കൂടിയാണ്. പിന്നെ അങ്ങനെ പല കഥാപാത്രങ്ങൾക്കും വീരഭദ്രൻ്റെ പ്രവേശം എഴുത്തുകലാശത്തോടു കൂടിയാണ്. ഇവിടെ ശിശുപാലൻ്റെ വാളും അമ്പും വില്ലുമായിട്ടുള്ള ഒരു പ്രത്യേക കൊറിയോഗ്രാഫിക് കൺസ്ട്രക്ഷനാണ് എഴുത്തുകലാശമുള്ളത്. അങ്ങനെ എഴുത്തുകലാശത്തോടുകൂടി പ്രവേശിക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണനെ അഗ്രപൂജയ്ക്കായിട്ട് ധർമ്മപുത്രനെ അഗ്രപൂജ ചെയ്യുന്ന അവസരത്തിലാണ് ശിശുപാലൻ പ്രവേശിക്കുന്നത്. അതോടുകൂടി ശിശുപാലന് ആകെ ദേഷ്യമായി. ശ്രീകൃഷ്ണൻ എന്താണ് അഗ്രപൂജയ്ക്ക് സ്വീകരിക്കുവാനുള്ള യോഗ്യത? അദ്ദേഹം അവരോട് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. പിന്നീട് ഈ നേരത്തെ നമ്മൾ ജരാസന്ധൻ്റെ കാര്യത്തിൽ പദത്തോടൊപ്പം വട്ടമച്ച കലാശത്തിൽ ഓരോ കഥകൾ, ശിബിയുടെ കഥ, പിന്നെ ശ്രീകൃഷ്ണനെ തോൽപ്പിച്ചോടിച്ച കഥ, മഹാബലിയുടെ കഥ, ഇതൊക്കെ ആടിയതുപോലെ തന്നെ ഇവിടെ ശ്രീകൃഷ്ണനെ അപമാനിക്കുവാൻ വേണ്ടി ഓരോ ശ്രീകൃഷ്ണൻ ചെയ്തതായി ശിശുപാലൻ പറയുന്ന ഓരോ ക്രൂരതകളും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗത്ത് ശിശുപാലനെ അവതരിപ്പിക്കുന്നത്. ശിശുപാലൻ പറയുന്ന കഥകളിൽ ചിലത്, ഒന്ന് ഗോപികാ വസ്ത്രാപഹരണം. ഇവൻ വളരെ നീചനാണ്. ഇവൻ സ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ച് അവരുടെ നഗ്നത കണ്ട് ആസ്വദിക്കുന്ന തരം വളരെ നീചമായ ചിന്തയുള്ളവനാണ്. അത് ആ വസ്ത്രാപഹരണം വളരെ വിസ്തരിച്ച് അവതരിപ്പിക്കും. ഗോപികമാരായിട്ട് പകർന്നാടുകയും ശ്രീകൃഷ്ണനായിട്ട് പകർന്നാടുകയും ഒക്കെ ചെയ്ത് അത് അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്മാവനെ വധിച്ചവനാണ്. സ്വന്തം അമ്മാവനെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ സ്ഥാനമാണുള്ളത്. അങ്ങനെയുള്ള അമ്മാവനെ വധിച്ചവനാണ് ഇവൻ. അത്ര ക്രൂരനാണ്, അത്ര നീചനാണ്. അതോടൊപ്പം തന്നെ അമ്മയുടെ അത്ര പ്രായമുള്ള മുലപ്പാൽ കൊടുത്ത സ്ത്രീ അമ്മയ്ക്ക് സമമാണ്. അങ്ങനെയുള്ള സ്ത്രീയായ പൂതനയെ വധിച്ച നീചനാണിവൻ. ഇങ്ങനെ പല 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 കഥകൾ ശ്രീകൃഷ്ണൻ്റെ അടുത്തടുത്ത് പറഞ്ഞുകൊണ്ട് അതൊക്കെ കൊണ്ട് ഇവൻ അഗ്രപൂജയ്ക്ക് യോഗ്യനല്ല
എന്ന് പറയുന്ന. അപ്പോൾ ഈ ഓരോ കഥകളും ആടുന്നതാണ് ഇവിടെയുള്ള പ്രത്യേകത. അല്ലാതെ പദം മാത്രം ആടിപ്പോയിട്ട് വലിയ കാര്യമില്ല. ഈ ഓരോ കഥകളായിട്ട് ആ കഥകളുടെ അവതരണം, ഗോപികാവസ്ത്രാവതരണം തുടങ്ങിയ ഒരുപാട് ഈ കഥകളുടെ അവതരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകത. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അർജുനൻ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് വരുന്നു. നിന്നെ യുദ്ധത്തിൽ വധിക്കും, ശ്രീകൃഷ്ണനെക്കുറിച്ച് ഇനി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നിന്നെ വധിക്കും എന്ന് പറഞ്ഞ് അർജുനനുമായി കൊമ്പ് കോർക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് തൻ്റെ വിശ്വരൂപം കാണിച്ചതിന് ശേഷം സുദർശന ചക്രം വരുത്തി ആ സുദർശന ചക്രം കൊണ്ട് ശിശുപാലനെ വധിക്കുന്നതോടുകൂടിയാണ് ഈ ഭാഗം അവസാനിക്കുന്നതിന് ശേഷം യാഗം തുടരാം എന്ന് പറഞ്ഞ്. ഇതേ സമയം തന്നെ ശിശുപാലൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ശാപം കിട്ടി വന്നതായതുകൊണ്ട് തന്നെ ശിശുപാലൻ മരിക്കുന്നതോടുകൂടി അദ്ദേഹം ശ്രീകൃഷ്ണനിലേക്ക് ലയിക്കുകയും അതുവഴി വിഷ്ണുപാദം പോവുകയും അതിനുശേഷം വീണ്ടും ജയവിജയന്മാരായി വിഷ്ണു ലോകത്തേക്ക് വൃന്ദാവക്തരനും ശിശുപാലനും പോകുന്നു എന്നാണ് ഐതിഹ്യം. അതൊന്നും ഇവിടെ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വിശ്വരൂപം കണ്ടതിന് ശേഷം ശ്രീകൃഷ്ണൻ്റെ മഹത്വം മനസ്സിലാക്കുകയും ശ്രീകൃഷ്ണനിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രാജസൂയയജ്ഞം തുടരുന്നു. ആ ഭാഗത്തോടുകൂടി വടക്കൻ രാജസൂയം കഥകളി അവസാനിക്കും. നമസ്കാരം.